ദൈവത്തിന് സ്തുതി. വീണ്ടും ഒരു നോമ്പ് കാലത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നോമ്പെന്നാൽ സ്നേഹത്തോടെയുള്ള സഹനം എന്ന് അർത്ഥമാക്കാം. തിരുവചന ധ്യാനവും പഠനവും ആത്മപരിശോധനയ്ക്കും അതിലൂടെ ആത്മസമർപ്പണത്തിനും പുതുക്കത്തിനും മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് മുൻപ് 7 ആഴ്ച നീണ്ടു നിൽക്കുന്ന കാലഘട്ടമാണല്ലോ വലിയ നോമ്പ്. ഇന്ന് പേത്തരത്ത 50 നോമ്പിന്റെ ആദ്യ ഞായറാഴ്ച. പേത്തരത്ത എന്നാൽ തിരിഞ്ഞു നോക്കുക എന്നാണ് അർത്ഥം. രൂപാന്തരപ്പെടുക. അതെ, രൂപാന്തരത്തിനായുള്ള ആഹ്വാനമാണ് പേത്തരത്ത. നമ്മുടെ ജീവിതത്തിന്റെ കഴിഞ്ഞ കാലങ്ങളിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടം. ചിന്തകളിലും പ്രവൃത്തികളിലുമൊക്കെ വന്ന കുറവുകളെ മനസ്സിലാക്കി തിരുത്തുവാൻ ഒരു അവസരമാകട്ടെ ഈ നോമ്പുകാലം. പ്രിയരെ, ദൈവവചനവുമായി നമുക്ക് ചേർന്ന് വരാം. ഇന്ന് ധ്യാന ചിന്തയ്ക്കായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വേദഭാഗമാണ്. അതിന്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. യേശു അവരോട്, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ എന്ന് പറഞ്ഞു. അവർ വക്കോളവും നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പീൻ എന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചി നോക്കിയാറെ മണവാളിനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം ഇളപ്പമായതും കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, വലിയ നോമ്പിന്റെ ആരംഭ ദിനത്തിൽ ഞങ്ങൾ തിരുവചന ധ്യാനവുമായി അവിടുത്തെ സന്നിധിയിൽ ചേർന്ന് വരുന്നു. രൂപാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാനുള്ള അവസരമാക്കി ഈ ദിനങ്ങളെ തീർക്കണമേ. ആദ്യോടന്തം കൃപ കൂടെ ഇരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ചെയ്ത ആദ്യ അടയാളമായി വിശുദ്ധ യോഹന്നാൻ രേഖപ്പെടുത്തിയ സംഭവമാണ് നമ്മൾ വായിച്ചു കേട്ടത്. കാനാവിലെ കല്യാണ വിരുന്ന്. ആ വീട്ടിലെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ സഹായവുമായി എത്തുന്ന യേശു ഒരു അടയാളം അഥവാ അത്ഭുതം എന്നതിലുപരി ഒരു വലിയ രൂപാന്തരത്തിന്റെ അവസ്ഥ ഇവിടെ കാണുവാനാകുന്നു. അതുവരെ വീടിന് വെളിയിലിരുന്ന് മഴയും വെയിലും കൊണ്ട കൽഭരണികളുടെ സ്ഥാനം മാറി അവ കലവറയിലേക്ക് മാറ്റപ്പെട്ടു. വെള്ളം വലിയൊരു മാറ്റത്തിന് വിധേയമാകുന്നു. മധുരം പകരുന്ന വീഞ്ഞായി അത് രൂപാന്തരപ്പെടുന്നു. യേശുവിന്റെ വാക്കിന് ആ ഭക്തന്മാർ വില നൽകിയപ്പോൾ ഒരു വലിയ രൂപാന്തരം അവിടെ സംഭവിച്ചു. ഹോശേയ 14:1 പറയുന്നു, ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങി ചെല്ലുക. അതേ പ്രിയരെ, ഒരു മടങ്ങി വരവ് നമുക്കിന്ന് ആവശ്യമാണ്. എവിടെയാണ് നമുക്ക് വീഴ്ചകൾ സംഭവിച്ചതെന്ന് ഒന്ന് തിരിഞ്ഞു ചിന്തിക്കാം. നന്മകൾ എവിടെയാണ് നഷ്ടമായത്? സ്നേഹം എവിടെയാണ് കൈമോശം വന്നത്? തിരിഞ്ഞൊന്ന് നോക്കാം. യഹസ്കേൽ പ്രവചനം 18:30-31 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു, അകൃത്യം നിങ്ങൾക്ക് നാശകരമായി ഭവിക്കാതെ ഇരിക്കേണ്ടതിന് നിങ്ങൾ മനം തിരിഞ്ഞ് നിങ്ങളുടെ അതിക്രമങ്ങളൊക്കെയും വിട്ടുതിരികയും നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളൊക്കെയും നിങ്ങളിൽ നിന്ന് എറിഞ്ഞു കളവീൻ. നിങ്ങൾക്ക് പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും സമ്പാദിച്ചു കൊള്ളുവീൻ. ഈ വചനം ശ്രവിക്കുന്ന പ്രിയമുള്ളവരെ, കഴിഞ്ഞകാല ജീവിതത്തിലെ കുറവുകളെ ഒന്ന് മനസ്സിലാക്കാം, തിരുത്താം, ജീവിതത്തെ ഒന്ന് പുതുക്കാം. പ്രത്യേക രൂപമോ ഭാവമോ ഇല്ലാത്ത വെള്ളം മധുരമുള്ള വീഞ്ഞായതുപോലെ നമുക്കും ഒരു രൂപാന്തരം പ്രാപിക്കാം. സമസൃഷ്ടികളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നവരാകാം. സ്വാർത്ഥതകളും വിദ്വേഷങ്ങളും വെടിയാം. നമ്മൾ പ്രവേശിച്ചിരിക്കുന്ന ഈ നോമ്പുകാലം രൂപാന്തരത്തിൻ്റെതാക്കാം. ഭക്ഷണം വെടിയുന്നതും നമസ്കാരങ്ങളിൽ പങ്കെടുക്കുന്നതും ദാനധർമ്മം ചെയ്യുന്നതും മാത്രമല്ല, ചിന്തകളിലും പ്രവൃത്തികളിലും ഹൃദയത്തിലും രൂപാന്തരം പ്രാപിച്ച് ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനും ഈ നോമ്പുകാലം ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, വചനധ്യാനത്തിൽ കൂടെ ഇരുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതങ്ങളെ ശോധന ചെയ്ത് പുതുക്കം പ്രാപിച്ചവരായി ഹൃദയങ്ങളിൽ രൂപാന്തരം പ്രാപിച്ച് ദൈവഹിതപ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ ഏവരെയും സഹായിക്കണമേ. ആമേൻ.